വീഡിയോ നോക്കിയപ്പം ഇതിങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഇടല്ലേ, ഇത് ഭയങ്കര മോശമായിരിക്കുന്നു, കാരണം അത് ബ്ലൗസ് മാത്രം ഇട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. ഇത് കൂടിയത് ഈ ബിഗ് ബോസിന് ശേഷമാണ്. എന്തേലും ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അതേ ഉണ്ടായിട്ടുള്ളൂ. ചേച്ചി പുറത്ത് നല്ല മഴ, നമുക്കപ്പം അങ്ങോട്ടൊന്ന് ഇറങ്ങി സംസാരിക്കാം. വാ. ശരിക്കും പറഞ്ഞാൽ ഈ വീട് ഇവിടെ വന്നപ്പോ എനിക്കും ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ്, കാരണം ഒരു പഴയ വീട് അല്ലേ? പഴയ വീടാണ് ഇത്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 8 വർഷം മുൻപ് ഈ വീട് എങ്ങനെയായിരുന്നോ ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വരും, സ്വാഭാവികം. അത് ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ആക്ട്രസ്, ഇവർക്കൊക്കെ ഒരുപാട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഇടയ്ക്കൊക്കെ ഒരുപാട് അത് ഇമോഷണലി നമ്മളെ കുറച്ച് ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നതാണ് വലിയ പ്രശ്നം. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അതേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു എന്നെ ചീത്ത വിളിക്കാൻ. ഒന്നല്ല, ഇഷ്ടം പോലെ കമന്റ്സ് ഇപ്പോഴും വരും. പിന്നെ നമുക്കിത് ആദ്യമൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ കമന്റ്സിന്റെ അടിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വരുമ്പോ ഞങ്ങൾ ഈ തീന്മേശയിൽ നിന്ന് ഇന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞടേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കും. ഇപ്പൊ അത് ലിറ്ററലി നമ്മളത് ബാധിക്കാറേ ഇല്ല. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തു. അപ്പൊ അത് സാരി ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ ബ്രേക്കിന്റെ ഇടയിൽ ഓടി വന്ന് മുടി കമ്മലൊന്നും ഇട്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്ത് സംസാരിച്ച് എന്റെ സാരി ഒരു ഇച്ചിരി ഇങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ കുറേ നേരം ഇതിങ്ങനെ പോയപ്പോ ഞാൻ വീഡിയോ നോക്കിയപ്പം ഇതിങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഇടല്ലേ, ഇത് ഭയങ്കര മോശമായിരിക്കുന്നു, കാരണം അത് ബ്ലൗസ് മാത്രം ഇട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ അറിഞ്ഞില്ല അത്. അപ്പോൾ അത് റീഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ രണ്ടാമത് അത് റീഷൂട്ട് ചെയ്തു. പക്ഷെ അന്നതങ്ങനെ വന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് അവർ ആദ്യം എടുത്തതിന്റെ ചെറിയൊരു പോർഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആളുകളെല്ലാം വന്നിങ്ങനെ കമന്റ് ചെയ്യുന്നു, ഇവളിപ്പോ ഇങ്ങനെയൊക്കെയാണോ ഇന്റർവ്യൂ കൊടുക്കുന്നത്, ഇവക്ക് സാരി ഇറങ്ങിപ്പോയത് ഇവൾ അറിഞ്ഞില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യണം, ഇവർക്ക് ഇത് തിരുത്തിക്കൂടെ എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ കൊച്ചിന്റെ പേര് മറന്നുപോയി, രഞ്ജിനിനെ അടിച്ചു. രഞ്ജിനി എന്നോട് പറയണം, ചേച്ചി ഇനി എന്നെ അടിക്കരുത്, അത് ഞാൻ ചെയ്ത തെറ്റാണ്, അത് എനിക്ക് തിരുത്താൻ പറ്റും. രഞ്ജിനി ഇദ്ദേഹത്തിനോട് പോയി പറയാണ്, മഞ്ജു ചേച്ചി എന്നെ അടിച്ചു, മഞ്ജു ചേച്ചിനോട് തിരുത്താൻ പറയാൻ പറഞ്ഞാൽ അടിക്കാത്തൊരു കാര്യം ഞാൻ എങ്ങനെ തിരുത്തും? എന്റെ തെറ്റിനെ എനിക്ക് തിരുത്താൻ പറ്റും, ഞാൻ ചെയ്യാത്തൊരു തെറ്റിനെ എനിക്ക് തിരുത്താൻ പറ്റില്ല. സോ ഇത് ഞാൻ തിരുത്തിയ ഒരു കാര്യമാണ്. അത് അവര് രണ്ടാമത് എടുത്തിട്ടു. അതിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ്സ് വന്നു. ഞാനിത് പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർക്കുന്നത്. ഇനി അവരൊന്ന് വിളിച്ച് പറയണം എന്താ അങ്ങനെ ചെയ്തേന്നുള്ളത്. ചേച്ചിക്ക് അങ്ങനെ ആദ്യകാലങ്ങളിലെ അങ്ങനെ വിഷമം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സംഭവം ഉണ്ടോ? വിഷമം എനിക്കിങ്ങനെ ഇത് കൂടിയത് ഈ ബിഗ് ബോസിന് ശേഷമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ എന്താ പറയണേ, എനിക്കിനി ഒരിക്കലും മനുഷ്യരെ അഭിമുഖീകരിക്കാൻ പറ്റില്ല, ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, എനിക്ക് എൻ്റെ ഫാമിലി ആയിട്ട് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല, എനിക്കൊരു കടികിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കണം, എന്നെ ആരും കാണല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കരഞ്ഞ് തീർത്ത ദിവസങ്ങളാണ്. കാരണം ഈ പറഞ്ഞ പോലെയാണ്, ഞാനൊരു തെറ്റ് ചെയ്യാതെ എൻ്റെ ഇപ്പോഴും ഞാൻ പറയുന്നു, മകനാകാനോ അല്ലെങ്കിൽ അനിയനാവാനോ പ്രായമുള്ള ഒരു കുട്ടിയെ ചേർത്ത് അനാവശ്യം പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ട്. അത് അനുഭവിക്കുന്നവർക്കേ അതറിയാൻ പറ്റുള്ളൂ.